ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിപ്പോൾ ഇന്ന് പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാ. അമ്മ രാവിലെ തന്നെ പള്ളിയിൽ പോയി. ഞങ്ങൾ ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ നടന്ന് വരാം. അപ്പോൾ നമ്മുടെ അമ്മ എന്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല മണം വരുന്നുണ്ടല്ലേ. അമ്മ അടുക്കളയിലായിരിക്കും. അപ്പോൾ നല്ല ബീഫ് കറിയുടെ മണം വരുന്നേ, നല്ല മണം. അപ്പോൾ നമുക്ക് നോക്കാം അമ്മ എന്തെടുക്കാമെന്ന്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ കറിയൊക്കെ ആയിരിക്കും. പിന്നെ ഗൈസ്, അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അതിപ്പോൾ എങ്ങനെ വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഭാഗ്യമാണ്, ഞങ്ങളുടെ ഭാഗ്യമാണ് ഞങ്ങളുടെ അമ്മ. അപ്പോൾ നമുക്ക് നോക്കാം അമ്മ എന്തെടുക്കാമെന്ന് നോക്കാം. അമ്മേ, കഴിഞ്ഞു. അമ്മൂമ്മനെ കണ്ടില്ലെന്നു. അപ്പച്ചൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പച്ചൻ ബീഫ് തരില്ല, പള്ളിന്ന് വന്നില്ലുള്ളൂ. ഗൈസ്, ഞങ്ങൾ അപ്പൊ പറഞ്ഞില്ലേ അമ്മ അടുക്കളയിലായിരിക്കും. നല്ല മണം തന്നെയുണ്ട്. ബീഫ് ഞാൻ പറഞ്ഞില്ലേ ബീഫ് ആയിരിക്കുള്ളൂ എന്ന്. ബീഫ് കറി വെച്ചിരിക്കുകയാണ് അമ്മ. കൈ കണ്ടതേക്ക് നല്ല ചൂടാണിത്. എടുക്കാൻ നിൽക്കണ്ട. ടേസ്റ്റ് നോക്കണം. സ്പെഷ്യൽ സാധനത്തില്ല, മല്ലിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ബീഫാണ് വെച്ചത് അമ്മച്ചി. ഇവിടെ ഭയങ്കര ബീഫിന്റെ കൊതിച്ചാണ്. ബീഫിന്റെ ഭയങ്കര കൊതിച്ചാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഇന്നലെ അവൾക്ക് ബീഫ് വാങ്ങിച്ചു വെച്ചു. എനിക്കൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അവളോട് ചോദിക്കാതിരിക്കുക എന്തിട്ടാ വേണ്ടെന്നുള്ളത്. അവളോട് ചോദിച്ചാൽ അവളറിയ പിസ്സ വേണം, ഷെയ്ക്ക് വേണം, ബർഗർ വേണം എന്നൊക്കെ പറയും. അതാണ് ഒരെണ്ണം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ബീഫിന് വേണ്ടിക്ക്. നിക്കടി വെച്ച ചൂട് നല്ല ചൂടാ. നല്ല മണമുണ്ടല്ലേ. അത് ചൂടടി, ചൂടാണ്. എന്ത് ചൂടെന്നറിയാമോ? അമ്മ തരങ്ങനത്തെ കുടിച്ച് ചൂട്. എന്റെ ഊതിരി ഊതിരി ഊത് ഊത് ഊത്. ടേസ്റ്റ് ഉണ്ടാ? ഇനി വേണ്ടല്ലോ, വെന്തിട്ടില്ലേ? ഇവർക്ക് നല്ലോണം ഡ്രൈ ആക്കി, നല്ല കറുപ്പിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ഇത്തവണത്തെ റേഷനരി സൂപ്പർ അല്ലേ? എന്ത് രസം ഇത്തവണത്തെ റേഷനരി. നിനക്ക് വിശക്കും, നിക്കവിടെ കുറച്ചേരം കഴിയട്ടെ. ഇത്തവണത്തെ റേഷനരി അടിപൊളി റേഷനരിയാണ് ചങ്കാള. അപ്പൊ നമ്മള് റേഷനരിയുടെ ചോറും പിന്നെ നല്ല ബീഫ് ഒലത്തിയതുണ്ട്. പള്ളിയിലെ വിശേഷങ്ങൾ പറ. അമ്മ എന്താ പറഞ്ഞ പള്ളിയില്? അറിയില്ല. അമ്മനെ വിളിച്ചോക്കാം. അച്ഛൻ്റെ അടുത്ത് പോയാ? ചവറൊക്കെ വീണ്ടുണ്ടോ അവിടെ? അപ്പനടുത്ത് അവിടെ നിറച്ചും എല്ലാവരും നടക്കാറുന്നു. അപ്പച്ചൻ തുറന്നു. അപ്പച്ചൻ പറഞ്ഞു അമ്മേനെ നല്ലോണം നോക്കണം. എന്നിട്ട് ഭയങ്കര നോക്കല്ലേട്ടാ. അമ്മ ഇവിടെ ഞങ്ങക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കായിരിക്കുമല്ലോ. അപ്പച്ചന്റെ അടുത്ത് പള്ളിയിൽ അപ്പച്ചന്റെ അടുത്ത് പോയിട്ടുണ്ടാകും. അപ്പൊ അപ്പച്ചൻ പറഞ്ഞത്രേ അമ്മേനെ നന്നായി നോക്കണം. ഭയങ്കര നോക്കലാണ് ഇവളുമാര്. ഇങ്ങനെ നോക്കും വല്ലാണ്ട്. അടുത്ത നോട്ടക്കാരി ബീഫിലേക്ക് തന്നെ. മൊത്തം ബീഫിലേക്കാണ് അടുത്തത്. എടി ചൂടടി. എനിക്ക് അതിപ്പോ തന്നെ തീരും. ചോറ് തിന്നാൻ വേണ്ടി ബീഫ് കറി ഒന്നും ഉണ്ടാവൂല. അപ്പൊ എനിക്ക് പള്ളിന്ന് വന്നിട്ടുള്ള അങ്കോണി കാണുന്നത്. പള്ളിന്ന് വന്ന് ഡ്രസ്സ് മാറാനോ അതിനൊന്നും പുള്ളിക്കാരികൾക്ക് നേരില്ല. ഞാൻ പണ്ട് പള്ളിന്ന് വരുമ്പോ വെള്ളം കുടിക്കണം എന്നുള്ളത്. അത്രയും നേരം വെള്ളം കുടിക്കാണ്ട് ഇരിക്കുന്നതാണ്. എത്ര നേരം നിങ്ങളുടെ പോയിട്ട് രാവിലെ പോയതല്ലേ? കുണ്ടാക്കി കൊടുത്ത് നടക്കട്ടെ കുറച്ച്. ഇവർക്ക് നടക്കാൻ ഭയങ്കര മടിയാണ്. അല്ല, കുറച്ച് നടക്കണ്ടേ, കുറച്ച് ദൂരമൊക്കെ നടക്കണ്ടേ. ഇവിടുമാര് 2 വീലറിന് ഞാൻ രാവിലെ പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോന്ന്. ഞാൻ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് ഞാൻ പോവുള്ളൂ. പറ്റിച്ചത് ഞാനേ. ഇവളുമാര് വെളുപ്പിനത്തെ ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് കുർബാനയ്ക്ക് പോയി. അപ്പൊ ഇവളുമാര് നല്ല ഉറക്കം.
നല്ല ഉറക്കെന്ന് വെച്ചാൽ ഇവർക്ക് ഇന്നൊരു ദിവസം ഇവർക്ക് ഒഴിവുള്ളൂ. കാരണം ശനിയാഴ്ച ഇപ്പൊ സ്കൂളുണ്ട്, ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞായറാഴ്ച ദിവസം കാറ്റീസും ഉണ്ട്, പിന്നെ കുർബാന ഉണ്ട്. അപ്പൊ ഇവര് ഇന്ന് ഞാൻ പറഞ്ഞു അമ്മച്ചി രാവിലത്തെ വെളുപ്പിലത്തെ ഫസ്റ്റ് കുർബാനയ്ക്ക് ഞാൻ പോയി വന്നതാണ്, നിങ്ങൾ വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇവരോട് ഉറങ്ങും. ഞാനപ്പൊ 5 മണിക്കത്തെ കുർബാന നല്ല സൂപ്പർ ബീഫ് ഇട്ടാ നമ്മുടെ പൂപ്പത്തിയിൽ അക്കുന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടിപൊളി ബീഫ്, നല്ല ആവശ്യത്തിന് നെയ്യും അല്ലേ, നല്ല സൂപ്പർ ബീഫ് അല്ലേ. ഇതിപ്പോ ഇവര് തന്നെ തിന്ന് തീർക്കുന്ന ചോറ് തിന്നാനൊന്നും ഉണ്ടാവില്ല. ചോറ് ചമ്മന്തി കൂട്ടി തിന്നിട്ടിരുന്ന് എന്തുവാടി എന്റെ മേത്ത് തുടക്കം കുളിച്ചിട്ടില്ല. കുളിച്ചോന്ന് ഈ കുടുംബത്തെ പണി എപ്പ തീർന്നിട്ടാണ്? എന്തൊക്കെ പണികളൊക്കെ, ചെടികളുടെ കാര്യം നോക്കണം, പൂച്ചകളുടെ കാര്യം നോക്കണം. ആ പൂച്ചയുടെ കൂട് ക്ലീൻ ആക്കിട്ട് 2 ഡ്രസ്സ് മാറിയിട്ട് തമ്പുരാട്ടികളോട് ഡ്രസ്സ് മാറിയിട്ട് പൂച്ചയുടെ കൂട് ക്ലീൻ ആക്കണം. സിംബ ഇന്നലെ തുടങ്ങി സിംബ ഒരു അസ്വസ്ഥത കാണിക്കുന്നതാണ്, കിടക്കണതാണ്. സിംബനെ കുളിപ്പിച്ച് സുന്ദരിയാക്കണം, മനസ്സിലായ? സിംബ അത് ഇന്നലെ തുടങ്ങി ഭയങ്കര ക്ഷീണം, ഭയങ്കര കിടപ്പ് മാത്രം. ആൺപൂച്ചയാണ്. അപ്പൊ അവനക്കാണെങ്കിൽ എന്താണെന്നറിയില്ല, ഇന്നലെ തുടങ്ങി ഭയങ്കര കിടപ്പ് തന്നെ. ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടും എഴുന്നേക്കണമെന്നില്ല പുള്ളിക്കാരൻ. അപ്പൊ അതിനൊന്ന് കുളിപ്പിക്കണം. ചിലപ്പോൾ കുളിക്കാണ്ടായിരിക്കും പാവം. ഇപ്പൊ മഴയൊക്കെ പോയി നിറച്ചും ചെളിയായിട്ട് മുറ്റത്തൊക്കെ പോയി വന്നിട്ട് ഭംഗിയുണ്ട്. ഞാൻ വേർത്തു നടന്നിട്ട്. അമ്മ വേർപ്പ് പുണ്യാഹം. നിങ്ങളൊക്കെ കുഞ്ഞായിരിക്കും പിച്ചു മുള്ളിട്ടതൊക്കെ ഞാൻ എന്റെ മേത്തൊക്കെ നിച്ചു മുള്ളിയാക്കുന്നതല്ലേ. അപ്പൊ അമ്മയുടെ വേർപ്പ് കുറച്ച് മൂത്തായി നിച്ചൊരു കുഴപ്പമില്ല. അടുക്കളയിൽ നിന്ന പിന്നെ വയർക്കാണ്ടിരിക്കോ? നിങ്ങൾ കയറിയിട്ട് ഒരു ദിവസം എനിക്ക് റെസ്റ്റ് തായോ? ഒരു ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റണം. അപ്പൊ ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോ അമ്മമാർക്ക് റെസ്റ്റ് എടുക്കണ്ടേ? ആ അതാണ് മക്കള്. പെൺപിള്ളേരാണ് പോലും പെൺമക്കള്. അതിലും അത് ആമക്കൾ തന്നെ ഇരുന്ന് തോന്നണല്ലേ. ആമക്കളാണ് അമ്മമാരെ സഹായിച്ചേനെ. ഇല്ല, സഹായിക്കില്ല. ആമക്കള് സഹായിക്കും. ഇല്ല, പെൺമക്കളെ സഹായിക്കും. പിന്നെ അല്ലേ തെളിവ് ഒരു ആങ്കൊച്ചിനെ തന്നിരുന്നെങ്കിലോ നിന്നെ ഞാൻ കാണിച്ചു തന്നെ. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം അടുത്തത്. ഓക്കെ, കുറച്ചേരം ഇരുന്ന് സംസാരിച്ച് വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ചിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ പോരാ. നല്ല സ്നേഹ. ശരി, അപ്പൊ ഗൈസ് ടാറ്റ ബൈ ബൈ, സീ യു. ഹാപ്പി സൺഡേ. ഹാപ്പി സൺഡേ. യെസ്, ഹാപ്പി സൺഡേ. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എന്ത് വിശേഷങ്ങളൊക്കെ നിങ്ങൾ എടുത്തത്? വിശേഷങ്ങളൊക്കെ ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്. എന്റെ കുറ്റമാണോ പറഞ്ഞേക്കണേ? ഇല്ല, കുറ്റം ഞാൻ പറയൂ. അമ്മയുടെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. അമ്മ ഒരു പണി എടുക്കില്ല, അമ്മ ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. TV കണ്ടിരിക്കണ്ടാവും, ഫോണിലിരിക്കണ്ടാവും, റീൽസ് ചെയ്യണ്ടാവും എന്നൊക്കെ അല്ലേ. അപ്പൊ എന്തെല്ലാം പണികൾ ഞാനിപ്പോ ഇന്ന് രാവിലെ ഇവര് പോയതിനു ശേഷം എടുത്തെന്നറിയാമോ? വീടൊക്കെ അടിച്ച് ക്ലീനാക്കി, പാത്രങ്ങളൊക്കെ കഴുകി, തുണി അലക്കാനിട്ട്, ചോറ് വെച്ച്, കറി വെച്ച്, പൂച്ചയുടെ കൂട് ക്ലീനാക്കി. കൂട് ക്ലീനാക്കിയിട്ടില്ല, ക്ലീനാക്കാൻ വേണ്ടി പുറത്തേക്ക് ക്ലീനാക്കാൻ വേണ്ടി പുറത്തേക്ക് വെച്ചേക്കണ്. ഇതെന്റെ സ്വർഗാണ്, എന്റെ ചങ്കള്, എന്റെ മക്കള്. എന്റെ ഒരാളും കൂടി ഉണ്ട്, അവള് മംഗലാപുരത്താണ്. അപ്പൊ എന്റെ മുത്ത് വരും അല്ലേ. അപ്പൊ ഗായ്സ് പോവാണ്. ബൈ ബൈ, സീ യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടി. ഓ, അതെന്തായാലും എല്ലാവരും ചെയ്യൂലോ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഇഷ്ടല്ലേ. സോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് അടിച്ച് പൊട്ടിച്ചോ. ഓക്കെ, അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയാവൂലേ? അതൊരു പഞ്ചിന് പറയണതാ. ഞാൻ അതൊക്കെ അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പൊ എന്നാ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിച്ചോ. ഫോൺ ആരും അടിച്ചു പൊട്ടിക്കരുത്, ബെല്ലൈക്കൻ മാത്രം അടിച്ചു പൊട്ടിക്കാം. അപ്പൊ ഗൈസ് ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പൊ ഇതാണ് എന്റെ തമ്പുരാട്ടികള്, റഹീമ കൊച്ചിന്റെ തമ്പുരാട്ടികള്. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കാരി റഹീമ കൊച്ചു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എനിക്ക് നിങ്ങളോട് എപ്പോൾ സംസാരിക്കാൻ വന്നാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. അപ്പം എല്ലാവരും സ്നേഹിക്കുക, എല്ലാവരും ചേർത്ത് പിടിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം എല്ലാവർക്കും ചെയ്ത് കൊടുക്കുക. അതൊരു ചിരിയാണെങ്കിൽ പോലും, ഒരു പുഞ്ചിരിയാണെങ്കിൽ പോലും അതൊരു ചേർത്ത് പിടിക്കൽ തന്നെയാണ് ചങ്കളെ. അപ്പം അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാത്ത കുറേ പേരുണ്ട് അല്ലേ. അപ്പോൾ ഓക്കെ ചങ്കളെ, ടാറ്റ, ഹാപ്പി സൺഡേ, ലവ് യു ഓൾ, ലവ് യു.